ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കാരണം ഈ രണ്ട് വേർഡ്സുകളും പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെയാണ് വെയർ ആസ് വൈൽ. ഈ രണ്ടും നമ്മൾ എന്നാൽ അല്ലെങ്കിൽ അതേസമയം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വെയർ ആസ് വൈൽ ഉപയോഗിക്കാം. നമുക്ക് ഉദാഹരണം നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്, ഞാൻ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതേസമയം അവൾ ഒരു കഥ എഴുതുകയായിരുന്നു. എന്താ പറഞ്ഞ്? ഞാൻ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതേസമയം അവൾ ഒരു കഥ എഴുതുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും, അല്ലെങ്കിൽ പറയാൻ കഴിയും. ഇങ്ങനെയാണ്. ആദ്യം ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ്. ഇനി എന്നാൽ അല്ലെങ്കിൽ അതേസമയം എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് വേറെസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വൈൽ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം വൈൽ ഉപയോഗിക്കാം. ഓക്കെ, ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് വൈൽ ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഉണ്ടോ? അതേസമയം അവൾ ഒരു കഥ എഴുതുകയായിരുന്നു എന്ന് പറയുന്നതിന് ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. അപ്പോൾ എന്തായി? ഒരേ സമയം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഒന്നാണ് ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് വൈൽ ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് വേറാസ് ഉപയോഗിച്ചുകൊണ്ടും പറയാം. എങ്ങനെ? ഐ വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് വേറാസ് ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതേസമയം അല്ലെങ്കിൽ എന്നാൽ അവൾ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ എഴുതുകയായിരുന്നു എന്നായി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം. അവൻ വളരെ കഠിനാധ്വാനിയാണ്, എന്നാൽ അവൻ്റെ സഹോദരൻ വളരെ മടിയനാണ്. രണ്ടും ഒരു എന്താണ്? ഓപ്പോസിറ്റ് ആട്ടോ. എന്നുവെച്ചാൽ ഒരേ സമയത്ത് രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ നോക്കാം. ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് വെയർ ആസ് ഹിസ് ബ്രദർ ഈസ് ക്വൈറ്റ് ലേസി. ഇവിടെ കണ്ടോ? ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. എന്താണ്? അവൻ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. ഓക്കെ, അതേസമയം വെയർ ആസ് ഹിസ് ബ്രദർ, അവൻ്റെ സഹോദരൻ എന്താണ്? ഈസ് ക്വൈറ്റ് ലേസി, വളരെ ലേസിയാണ്, മടിയനാണ്. ഇനി നമുക്ക് ഇതേ സെൻറ്റൻസിന് വെയർ ആസ് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് വൈൽ ഉപയോഗിക്കാം. എങ്ങനെ? ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് വൈൽ ഹിസ് ബ്രദർ ഈസ് ക്വൈറ്റ് ലേസി. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഡോക്ടറാണ്, അതേസമയം എൻ്റെ ഫാദർ ഒരു കൃഷിക്കാരനാണ്, ഒരു ഫാർമറാണ്. എന്നെങ്ങനെ പറയാം? ഐ ആം എ ഡോക്ടർ വെയർ ആസ് മൈ ഫാദർ ഈസ് എ ഫാർമർ. ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് ഇങ്ങനെയും പറയാം. ഐ ആം എ ഡോക്ടർ വൈൽ മൈ ഫാദർ ഈസ് എ ഫാർമർ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 275 പേജുകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ PDF അവൈലബിൾ ആണ്. PDF എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും എവിടെയും വളരെ സിമ്പിളായിട്ട് മൊബൈലിൽ ഓപ്പണാക്കി വായിക്കാൻ കഴിയും. ഇതിൻ്റെ ബുക്ക് അവൈലബിൾ അല്ല, ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഓക്കെ, താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു എവരിവൺ.